ദൈവത്തെ മാനിക്കുന്ന നല്ലൊരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. യേശു ശബത്തിന് കർത്താവാകുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ചോദിച്ചു? യഹൂദന്മാർക്കറിയാം, ഇവൻ നിയമത്തെ പൊളിച്ചെഴുതുകയാണ്. ദൈവത്തിന് മാത്രമേ തന്റെ കൽപ്പന മാറ്റുവാൻ കഴിയുകയുള്ളത് യഹൂദന്മാർക്ക് അറിയാമായിരുന്നു. അപ്പോൾ ദൈവം എഴുതി കൊടുത്ത ഈ ശബത്തിനെ യേശു അതിനെ പൊളിച്ചെഴുതുമ്പോൾ, അതിന് വ്യത്യാസം വരുത്തുമ്പോൾ അവർക്ക് മനസ്സിലായി യേശു തന്നെത്താൻ ദൈവമാക്കുകയാണെന്ന്. എന്നാൽ യേശു തന്നെത്താൻ ദൈവമാക്കുകയല്ലായിരുന്നു, തന്റെ ദൈവത്വത്തെ അവിടെ യേശു വെളിപ്പെടുത്തുകയായിരുന്നു. ആരെങ്കിലും ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് യേശു ശബത്തിനെ ലംഘിച്ചത്, അല്ലെങ്കിൽ ശബത്തിനെ അതിനെ പൊളിച്ചെഴുതിയത്, അതിന്റെ വ്യവസ്ഥകൾക്ക് മാറ്റം വരുത്തിയത്? ഇതിനുള്ള അധികാരം, അങ്ങനെ ഒരു അധികാരം യേശു എന്തിനു ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ സധൈര്യം നാം പറയണം, യേശുവിന്റെ പരമാധികാരത്തെ, ദൈവത്വത്തെ വെളിപ്പെടുത്തുന്നതാണ് യേശു ശബത്തിന് കർത്താവാകുന്നു എന്നുള്ളതായ ഈ പ്രസ്താവന. അത് യഹൂദന്മാർക്ക് അത് പ്രയോജനകരമായി തീർന്നില്ല. പക്ഷേ ഇന്ന് അത് നമുക്ക് വളരെ പ്രയോജനകരമായി തീർന്നു. എങ്ങനെ? ഈ ദൈവത്തെ ദൈവം തന്റെ സഭയെ വിഭാവന ചെയ്തപ്പോൾ ഒരു ദിവസത്തിനല്ല പ്രാധാന്യം കൊടുത്തത്, പിന്നെയോ എല്ലാ ദിവസത്തിനും അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തു. ഏത് ഗവൺമെന്റ് വന്നാലും, ഏത് ഗവൺമെന്റ് മാറി വന്നാലും, ഇപ്പൊ നമ്മൾ പറയാണ്, അയ്യോ ഈ സൺഡേ മാറിയിട്ട് ചൊവ്വാഴ്ചയാണ് നമ്മുടെ നാഷണൽ ഹോളിഡേ, ചൊവ്വാഴ്ച വന്നിട്ട് ഇവിടെ ഇനിയും സഭായോഗം നടത്താൻ കഴിയുകയുള്ളൂ എന്ന് ഒരു ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നാൽ ദൈവസഭയ്ക്ക് ഒരിക്കലും അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. സംഘടനകൾ സമരം ചെയ്യും കേട്ടോ, അയ്യോ ഞായറാഴ്ചയാണെന്നും പറഞ്ഞ് അവർ സമരം ചെയ്യുമ്പോഴും നമ്മൾ ചൊവ്വാഴ്ചയല്ല, ബുധനാഴ്ചയാണെങ്കിലും വ്യാഴാഴ്ചയാണെങ്കിലും നമുക്കറിയാം യേശു കർത്താവാണ്. എല്ലാ ദിവസവും ദൈവത്തിന് തുല്യമാണ്. അങ്ങനെ ഒരു വ്യവസ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാൻ കാരണമായി തീർന്നത് നമ്മുടെ കർത്താവ്, നമ്മുടെ രക്ഷിതാവുമായ യേശുവാകുന്നു. യേശു ശബത്തിന് കർത്താവായതുകൊണ്ടാണ് എല്ലാ ദിവസവും ഇന്ന് ഒരുപോലെ നമുക്ക് പ്രയോജനകരമായി തീർന്നത്. ഏത് ദിവസത്തിലും കർത്താവിനെ ആരാധിപ്പാൻ, നമുക്ക് മഹത്വപ്പെടുത്തുവാൻ, കൂടി വരുവാൻ. അന്ന് ശബത്തിൽ മാത്രം എല്ലാവരും കൂടി വരുമ്പോൾ, ദൈവസഭ ആരംഭിച്ചപ്പോൾ എല്ലാ ദിവസവും അവർ കൂടി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. അന്ന് ദിവസങ്ങൾക്കല്ലായിരിക്കും പ്രാധാന്യം, പിന്നെയോ ദൈവമായിട്ടുള്ള ബന്ധം, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തെ ബഹുമാനിക്കുവാനുള്ള കിട്ടുന്ന അവസരങ്ങളെല്ലാം ദൈവസഭ ഉപയോഗിച്ചു എന്നുള്ളത് കാര്യം നാം മറന്നു പോകരുത്. അപ്പോൾ മനുഷ്യപുത്രനോ ശബത്തിനു കർത്താവാകുന്നു എന്നുള്ളതായ ഈ പ്രസ്താവനയിൽ രണ്ട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നാം മനസ്സിലാക്കണം. ഒന്ന്, യേശുവിന്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തി. രണ്ട്, ദിവസങ്ങൾക്കല്ല പ്രാധാന്യം, പിന്നെയോ ദിവസങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തിനാണ് പ്രാധാന്യം. ആ ദൈവവുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. ആ ദൈവത്തെ മാനിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്നുള്ളതായ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസഭയിൽ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ, നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. മനുഷ്യപുത്രനോ ശബത്തിനോ കർത്താവാകുന്നു, അല്ലെങ്കിൽ പരമ അധികാരി ആകുന്നു, സർവശക്തനായ ദൈവമാകുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.